എങ്ങനെയുണ്ട് കുട്ടിക്കുതിര? നമ്മുടെ ഉരുളിയില്ലേ, ഉരുളി പോലെ തന്നെ വാർപ്പ് ഉരുളിയൊക്കെ വലിയ അലുവ ഉണ്ടാക്കുന്ന പാത്രങ്ങളില്ലേ, അതുപോലുള്ളതാണ്. ശരി, കാരവാനകത്ത് കയറിക്കോ. ഓ, എന്ത് സോഫ്റ്റാന്നറിയാവോ? വേണ്ട, അലിഞ്ഞു ചേരും. കണ്ടെയ്നർ മുറിച്ച് ഉണ്ടാക്കുന്ന വണ്ടിയാണ്. കണ്ടോ എന്റെ സ്റ്റൈല് നോക്കിയാ. എല്ലാ വിധത്തിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള യമനി, ഒമാനി, അറബിക് ഡിഷസ് കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഗൾഫിന്റെ കൊച്ചു കേരളമായ സലാലയിൽ മഴക്കാലം തുടങ്ങാൻ പോവാണ്. മഴക്കാലം വരുമ്പോഴത്തേനും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് സലാല. അടുത്ത ആഴ്ച മുതൽ മഴക്കാലം തുടങ്ങുവാണ്. ഈ പ്രാവശ്യം കുറെ കൗതുകമുള്ള കാഴ്ചകൾ ഇവിടുത്തെ ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായിട്ട് ഈ കൊല്ലം പുതിയതായി ഉണ്ടാക്കിയ പദ്ധതിയാണ് അപ് ടൗൺ സലാല. ഇതിനകത്ത് മുഴുവൻ അങ്ങോട്ട് കുറെ ഷോപ്പുകളും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെയാണ്. നമുക്ക് ആ കാഴ്ചകൾ കാണാൻ നമുക്ക് അകത്തോട്ട് പോവാം. ഓരോരോ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. വണ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ട് ഇവരെല്ലാം കൂടി പോകുന്ന സ്ഥലങ്ങൾ കണ്ടോ. ഇവിടത്തെ ഒരു വണ്ടി കണ്ടോ, നോക്കിയേ. എല്ലാവരും കടകളാണിത് കേട്ടോ. അമ്മ, ഈ പരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? സലാലയിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ ഒരു സംഭവം അല്ലേ? അതെ അതെ അതെ. ഇതേ നിങ്ങളെ മഴയ്ക്ക് മുമ്പ് കൊണ്ട് കാണിച്ചാലേ ഇതിനൊരു പൗട്ടുള്ളൂ. പിന്നെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. എന്തായാലും കൊള്ളാം അല്ലേ സംഭവം? കിച്ചണാകോ അല്ലേ? മഴയ്ക്ക് മുമ്പുള്ള കാഴ്ചകളാകുമ്പോൾ നമുക്ക് എല്ലാം നടന്ന് കാണാൻ പറ്റും. പിന്നെ അങ്ങ് തിരക്കാകത്തില്ലയോ? ഭയങ്കര തിരക്കാ. ഇവിടെ നിറഞ്ഞ് എന്തായാലും നോക്കിയാ, മേഘമൊക്കെ നോക്കിയപ്പോ മഴയും എത്തിയില്ലയോ പറഞ്ഞ പോലെ. അതെ 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 അതെ. വിശാലമായിട്ടുള്ള ഒരു ഏരിയ മുഴുവനും ഇങ്ങനെയുള്ള കടകളാണ്. കൈസേ ठीक है अल्हम्दुलिल्लाह. ओके, ये क्या मिलता है इधर? ये पताता मिलता है यार, फ्रेंच फ्राइज. ഫ്രഞ്ച് ഫ്രൈസ് ഓ, ഫ്രഞ്ച് ഫ്രൈസിന്റെ ദുക്കാൻ കണ്ടോ? അടിപൊളിയാണ്. നോക്കിയേ, റൈറ്റ്, അടിപൊളി ഫ്രഷ് ഫ്രഞ്ച് ഫ്രൈസ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഐസ്ക്രീമിന്റെ കടയുണ്ട് ഇവിടെ. അപ്പൊ ഇതൊരു പുതിയ പ്രൊജക്റ്റ് ആണ് ഇത്. അവിടെ ഒരു ബ്രിഡ്ജിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. നോക്കിയേ, കണ്ടോ? കൊള്ളാല്ലേ ഇതൊക്കെ? വാവ്, ഒരു 2 നില ബസ്സല്ലേ. ലാൻഡ്സ്കേപ്പിന് പ്രധാനമായിട്ടുള്ളൊരു പങ്ക് ഇവിടെ ഉണ്ട്. അതിപ്പോൾ ഇനി മഴയും കൂടെ വന്നു കഴിയുമ്പോഴത്തേനും അതിന് മുമ്പ് പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പുറത്താണെങ്കിൽ ചെറിയ കല്ലുകൾ പാകിയിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനാണ്. പിന്നെ നോക്കിയാൽ ഇത് നോക്കിയേ, കണ്ടോ? സെറ്റല്ലേ? അടിപൊളിയല്ലേ? 2 നില ബസ്സിനകത്തൊക്കെയാണ് അവിടുത്തെ ഓരോ ഈറ്ററീസ് ആണ്. ഐസ്ക്രീം ഉണ്ടാവും, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാവും, പോപ്കോൺ ഉണ്ടാവും, ബർഗർ ഉണ്ടാകും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ബുക്ക് ചെയ്തല്ലേ? ഈ ബസ് ബുക്ക് ചെയ്തല്ലേ? അടിപൊളി, കണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള. അതെ അതെ അതെ, ഒരാഴ്ചക്ക് മുമ്പ് ബുക്ക് ചെയ്തതല്ലേ? സലാലയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഗംഭീര കാഴ്ചകൾ അല്ലേ? അതെ അതെ. ഞങ്ങളെ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും. കാരണം പുതുപുത്തനായിട്ട് ഈ കാഴ്ചകൾ RSTയിലൂടെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇതാണ് കഴിക്കിൻ്റെ വണ്ടി. കഴിഫ് തുടങ്ങി കഴിഞ്ഞാൽ ഫുള്ള് നിറയും. വേറെ ടൈപ്പ്. ഓ, ഒപ്റ്റിമസ് പ്രൈം ട്രക്ക് ഉണ്ട്, വേറെ ലെവല്. അടുത്ത ബസ് എന്തോ വേണം. നമുക്ക് ലുക്ക് നോക്കിയ സീൻ നോക്കിയ ഫുൾ റെസ്റ്റോറൻറ്റാ. പക്ഷെ കണ്ടാ പറയുമോ, കട്ട ട്രെയിനാക്കി എടുത്തേക്കുക. അപ്പോൾ ഗൈസ്, അവിടെ കണ്ട കുഞ്ഞ് ട്രക്കിൻ്റെ വലിയ സംഭവമാണ്. വലിയ ട്രക്ക്, വേറെ ലെവൽ. അപ്പോൾ ഇതാണ് സ്ഥലം. അപ്പോൾ ഗൈസ്, നമ്മളെ വേറൊരു വണ്ടി കണ്ടോ, ഓൾഡ് ക്ലാസ് വണ്ടി, വേറെ ടൈപ്പിലെ സ്പെഷ്യൽ സംഭവം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കണ്ടെയ്നർ ഇല്ല, പണ്ടത്തെ കണ്ടെയ്നർ. അതുകൊണ്ട് എല്ലാ വണ്ടിയും കണ്ടെയ്നർ മുറിച്ച് ഉണ്ടാക്കുന്ന വണ്ടിയാണ്. കണ്ടോ എൻ്റെ സ്റ്റൈല് നോക്കിയാൽ, വേറെ ലെവല്. കണ്ടാ പറയുമോ? ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ഇതാണ്ടോ ഇവിടെ വെച്ചിരിക്കുന്ന മാരിഗോൾഡ് ആണ്. നമ്മുടെ നാട്ടിലെ ജമന്തിയാണ് ഇവിടെ വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ഇവിടെ എല്ലാം നിറയെ പൂക്കളൊക്കെ ആവും. അടിപൊളിയായിട്ടുള്ള സീനായിരിക്കും ഇവിടെ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ ഗൈസ്, ഇങ്ങോട്ട് വരുമ്പോൾ അടുത്തൊരു സംഭവം കാണിച്ചാലേ. അതുകൊണ്ട് നോക്കിയാൽ കളിക്കുന്ന സംഭവങ്ങളൊക്കെ, അതുകൊണ്ട് കാർ ഇരിക്കുന്ന കണ്ടോ. പിന്നെ എന്തോ വേണം, കളിക്കുന്ന സംഭവങ്ങളെല്ലാം ഇവിടെ ഇനിയും എല്ലാം കഴിയുമ്പോൾ തന്നെ എല്ലാം തയ്യാറാക്കും. ഫുള്ള് കളിക്കുന്ന സംഭവങ്ങൾ 2 സൈഡില് ട്രക്ക് അനുസരിച്ച് കൊണ്ടുവന്നേക്കുക. അതേണ്ട നിരത്തിയിട്ടേക്കുന്ന കണ്ടോ, എന്റെ മോനെ വേറെ ലെവല്. ബൈലോ കൈസേ ടീക്കേ? ദുബായിൽ നിന്നെല്ലാം കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ്. അടാറ് സാധനങ്ങളാണ് കണ്ടോ. എല്ലാം
നമ്മളെ അങ്ങോട്ട് ബോക്കാട്ട് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അല്ലേടാ. എല്ലാം ഉണ്ട്, അടിപൊളിയാണ് അല്ലേ. നോക്കിയേ സെറ്റായിട്ട് വന്ന് കിടക്കുകയാണ്. താങ്ക് യു. ഇതെല്ലാം പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കുകളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ പല സ്ഥലത്ത്. അപ്പോൾ അതാണ് മദബി എന്ന് എഴുതിയിട്ടുണ്ട്. മദബി എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റൈലിലുള്ള ഒരു കുക്കിംഗ് ആണ്. കല്ലിൻ്റെ മേളിൽ വെച്ചിട്ട് ഇറച്ചികൾ ചുട്ടെടുക്കുന്നത്. 1, 2 മുതൽ 10 ടെൻറ്റ് വരെ ഉണ്ട്. എല്ലാ വിധത്തിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള യമനി, ഒമാനി, അറബിക് ഡിഷസ് കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ പുതിയ ഐറ്റംസ് ഇട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഇനി ഖരീഫ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല, അത്രത്തോളം തിരക്കായിരിക്കും. ഇത്തിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത്. 4 സൗദി ഷെഫ് റെസ്റ്റോറൻറ്റ്, 5 അങ്ങനെ അങ്ങോട്ട് പോവാണ്. 6, 7, 8 റെസ്റ്റോറൻറ്റ് 8, പിന്നെ കണ്ടോ 9, 10 ഇത്രയും സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഓരോ സ്ഥലത്തും ഓരോരോ വെറൈറ്റീസും ഉണ്ട് കേട്ടോ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ അറിയത്തുള്ളൂ. ഇപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നിങ്ങൾ അടുത്ത എക്സ്ക്ലൂസീവായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് കാണാം. നമ്മൾ പിന്നെ സലാല ഖരീഫിനോടനുബന്ധിച്ച് കാണുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ വിറക്, കാട്ടിലൊക്കെ ഉള്ള വിറകുകളൊക്കെ ശേഖരിച്ച് ഇവിടുത്തെ നാട്ടുകാർ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ ബാർബിക്യൂ ഒക്കെ ചെയ്യാനായിട്ട് വരുന്ന ടൂറിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ്. ഇവിടെ തന്നെ ഇഷ്ടംപോലെ സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം ഇങ്ങനെ വിറക് കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിറകുകൾ കെട്ടായിട്ട് കെമ്രിയാൽ വഹദ് 5 റിയാൽ, 5 റിയാൽ, ഇത് 2 റിയാൽ, 3 റിയാൽ, 2 റിയാൽ. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പ്രധാനമായും ഖരീഫിന്റെ ഫെസ്റ്റിവൽ ഇതിന്റെ പേര് ഇത്തിൻ സ്ക്വയർ എന്നാണ്. ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റേജാണ്. ഇവിടാണ് ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട്, അതുപോലെ എക്സിബിഷൻസ്, വലിയ പാട്ടുകാരൊക്കെ വന്ന് പാട്ട് പാടുന്നുണ്ട്. ഒരിക്കൽ നമ്മൾ ഓർമ്മയുണ്ടോ, കൈറ്റ് ഷോ, ലേസർ ഷോ നടക്കും. അതെ. ഇതിനകത്താണ് ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് അടുത്തൊരു അട്രാക്ഷൻ. ഇതിന്റെ പേര് ഇത്തിൻ സ്ക്വയർ എന്നാണ്. ഇതെല്ലാം തന്നെ ഇത്തിൻ എന്ന് പറയുന്ന ഹൈവേയുടെ സൈഡിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഒമാനി ഹൽവ ഉണ്ടാക്കുന്നതാണല്ലോ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഒമാനി ഹൽവ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അല്ലേ അമ്മി? അതെ. സലാല റിയൽ ആയിട്ട് കണ്ടോ. ഇവരിങ്ങനെയാണ്. ഇതിന്റെ നമ്മുടെ ഖരീഫ് ഫെസ്റ്റിവലിന്റെ അടുത്താണ്. ഖരീഫിന്റെ മുന്നോടിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്റ്റോളാണ്. അടിപൊളി സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഒമാനി ഹൽവയൊക്കെ ടേസ്റ്റ് ചെയ്യാം. അൽ അസദ് ഒമാനി സ്വീറ്റ്സ് ആണ്. അൽ അസദ് നമ്മുടെ ഉരുളിയില്ലേ, ഉരുളി പോലെ തന്നെ വാർപ്പ് ഉരുളിയൊക്കെ വലിയ അലുവ ഉണ്ടാക്കുന്ന പാത്രങ്ങളില്ലേ, അതുപോലുള്ളതാണ്. 2 മണിക്കൂർ ഇങ്ങനെ ഇളക്കണം. 2 മണിക്കൂർ ഇളക്കി കഴിഞ്ഞിട്ടാണ്. അതെ കണ്ടോ, സെറ്റാണ്. നമുക്ക് അവിടെ നിന്ന് മേടിച്ച് ടേസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇത് ഹൽവ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ്. സഫ്രാൻ. ഇത് സഫ്രാനാണ്, കുങ്കുമപ്പൂ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഹലുവയാണ്. ഇത് ഹലീബ് ബോഷ്. ഇത് ഒട്ടകത്തിന്റെ പാല് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഇതാണ്. സുൽത്താനിയ. ഓക്കെ. കോൺസാ ബനാ രഹേ? ഹലീബ് ബോഷ്. അതാണ് അതിന് ലൈറ്റ് കളർ. ഓക്കെ, ഇത് ഏ കായ് के लिए भैया ये इसमें देता है. ओके, ചിരട്ട क्या आता है? और एक का कितना आता है? 1 रियाल है. നമ്മൾ ഇത് കൊടുക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നോക്കിയാട്ടെ, ഇതിന് 1 റിയാലാണ്. 4 റിയാൽ. ഇതിന് 5 റിയാൽ. ഇത് 2 रियाल 500. ये वाला 4 रियाल. 12 റിയാൽ. 9 റിയാൽ. ഇങ്ങനെ പല അളവിൽ കൊടുക്കും. നമ്മുടെ ചിരട്ട ഗാവ കൊടുക്കും. നല്ല ഗാവയ്ക്കുള്ള പാത്രമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിരട്ടയുണ്ട്. ചിരട്ട ഇതാണ്ടാ, നമ്മൾ 2 മേടിക്കുന്നുണ്ട്. നമ്മൾ ഇതാണ്ട് സുൽത്താനിയ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് എടുക്കുന്ന കേട്ടോ. തൂക്കിയാണ് തരുന്നത്. 200 ഗ്രാമേ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ സാഫ്രോൺ എടുക്കുന്നു. കണ്ടോ, ഐസ കറണേക്കാ. അങ്ങനെ കറക്കിയാണ് എടുക്കുന്നത്. കണ്ടോ, അപ്പോൾ ഭയങ്കര ഇളക്കി നടക്കുന്നേ. ഇളക്കി പദം വരും. അതിന് ഓക്കെ ആയേ. ബദാം ആലു ഒക്കെ. കാജു. गावा 4 देने का. കണ്ടോ, ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് തന്നെ മനസ്സിലാകുക. ഇതൊക്കെ കണ്ടോ, ആയാസം ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു റിലാക്സേഷൻ കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ലയോ? രസമുണ്ടല്ലേ? കണ്ടോ, ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
നമുക്ക് ഇവിടെ നിന്ന് നിന്നാലോ? വാ. കണ്ടോ? താങ്ക് യു ഭയ്യ. ഒമാനി ഗാവയാണ്. ഗാവ നിർബന്ധമായിട്ട് കുടിക്കണം കേട്ടോ മീ, മധുരം കഴിച്ചേക്കാം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ എടുക്കുന്നത് എന്നാ സ്പൂണേ. നമുക്ക് ഇത് ആദ്യം തന്നെ സഫ്രോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ്. കുങ്കുമപ്പൂ. ഓ എന്ത് സോഫ്റ്റാണെന്നറിയാവോ? വേണ്ട അലിഞ്ഞ് ചേരും. സൂപ്പർ അല്ലേ? ഉണ്ട് നല്ല ചൂടുമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നോക്കിയേ നല്ല നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ്, അടിപൊളിയാണ്. മധുരമില്ല കേട്ടോ, ചാവയ്ക്ക് മധുരമില്ല. അപ്പൊ ഇതിന്റെ ബാലൻസ് ആക്കാണ്. അടിപൊളിയാണ്. സുൽത്താനി എടുക്കും. സുൽത്താനി എടുത്തോ. സാഫ്രോൺ നോക്കട്ടെ. അലിഞ്ഞു ചേരുന്നല്ലേ, സ്പാനിഷ് ആകുന്നല്ലേ. ഓക്കെ, മുമ്പേ നമ്മൾ കണ്ടോണ്ടല്ലോ അവിടെ ട്രക്കിനകത്ത് വന്ന് കിടക്കുന്ന, ഇപ്പം നമ്മൾ കണ്ടില്ല ട്രക്കിനകത്ത് വന്ന് കിടക്കുന്ന സാധനങ്ങൾ, അത് ഇതുപോലുള്ള സ്റ്റേഷൻസ് സെറ്റപ്പ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ അവർ സജ്ജമാക്കും കരീബിൻ്റെ ഭാഗമായിട്ട്. ഈ തവണ നമുക്ക് വേറെ സ്പെഷ്യാലിറ്റി ഉണ്ട് സലാലയെ. നോക്കിയാൽ അങ്ങോട്ട് നോക്കിയാൽ നമ്മൾ പോന്നിരിക്കുന്നത് കാരവൻ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുക. അപ്പം ഹോട്ടൽ റൂമൊന്നും അന്വേഷിച്ച് ആർക്കും പോകേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള സെറ്റപ്പ് ഉണ്ട് കണ്ടോ. ഇദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാ ഓപ്പറേഷൻസ് എല്ലാം നടത്തുന്ന ആള്. നമുക്ക് കൈസ ഭയ്യ ടീക്കേ. ഓക്കെ ശരി, കാരവാനകത്ത് കയറിക്കോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതാണ്ട് ഇവിടെ ഒരു ബെഡുണ്ട് നിങ്ങൾക്ക്, ഇവിടെ വേറൊരു ബെഡുണ്ട്, പിന്നെ അതെ 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 ഇതാണ്ട് ഇവിടെ ഒരു നല്ല AC യൂണിറ്റ് ഉണ്ട്. ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതാണ്ട് ഇവിടെ TV, ഇവിടെ കബോർഡുകൾ, ഇവിടെ കുക്കിംഗ് റേഞ്ച്, ഇവിടെ ഇതാ ഇതിനകത്ത് ബാത്റൂം ഉണ്ട് കണ്ടോ, ഷവർ യൂണിറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. पूरा स्पीकर सिस्टम वगैरह है ना भैया इसमें, वो आप मेंटेन करता है इधर अंदर? हाँ ओके. कितना एक दिन का कितना भाड़ा? 35 റിയാൽ മാത്രമേ ഉള്ളൂ ഒരു ദിവസത്തേക്ക്. 35. അതെ അതെ, ഹോട്ടലിൽ നമ്മൾ കൊടുക്കുന്നതിനേക്കാളും ഇതായിട്ടുള്ള രീതിയിൽ ഏത് മൗണ്ടൻ്റെ സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് താമസിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഏ മൗണ്ടൻ മേലേക്ക് ജാ സക്താ ഏക് ദിൻ. കണ്ടോ മജ്ലിസ് സെറ്റപ്പ്. ഓ റിയലി? ആ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ പുറത്തുണ്ട്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഫാമിലി സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. കണ്ടോ ഡബിളാണ് ഈ ക്യാബിൻ എല്ലാം തന്നെ. അപ്പോൾ ഈ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇച്ചിരി ഡിസ്കൗണ്ടൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഇതിനകത്ത് മജ്ലിസ് ഉണ്ട്. അതുപോലെ ഇതൊരു ഏരിയയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് നമുക്ക് ബാർബിക്യൂ ചെയ്യാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മോ ഇതെങ്ങനെയുണ്ട്? സെറ്റപ്പ് കണ്ടോ? അടിപൊളി റൂമാകത്ത്, പിന്നെ സെറ്റപ്പാണ്. ഓക്കെ, ഇങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇത് വളരെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഭയ്യ എപ്പോഴും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബുക്കിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ നമ്പറൊക്കെ വേണ്ടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. അപ്പം ഇതാണ് ഓക്കെ. അതെ 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 അതെ, डिस्काउंट है, थोड़ा ज़्यादा करेगा तो डिस्काउंट मिलेगा. हाँ ओके. यहाँ मेरा एक डाउट है, अभी ये लेके जाएगा तो इसका इधर है तो कोई प्रॉब्लम नहीं है, टॉयलेट कनेक्ट है. वो पहाड़ में लेके जाएगा तो क्या करेगा? सकते हैं 2 दिन यूज कर सकते हैं. टैंक है नीचे. और उसका चार्जिंग कैसे करने का? चार्जिंग जनरेटर है, आउटसाइड के लिए जनरेटर है, केबल भी है. हाँ ओके. ഇതിന്റെ രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. सोलर से चलता है. लाइट सोलर से चलता है. സോളാർ സെ ചലता है. ഓക്കെ ഓക്കെ. ഇപ്പം 3 കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു തന്നത്. ഒന്ന്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചാൽ നമ്മുടെ ഈ ടോയ്ലറ്റിൻ്റെ ഫെസിലിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചു. ടോയ്ലറ്റിൻ്റെ ഫെസിലിറ്റി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊരു ടാങ്ക് ഉണ്ട്. 2 ദിവസം വരെ അത് സ്റ്റോർ ചെയ്യും. ഇപ്പം നമ്മൾ മലയിലൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ അത് എംറ്റി ചെയ്താൽ മതി. പിന്നെ അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. പിന്നെ അതുപോലെ തന്നെ ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ കേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജനറേറ്ററും ഉണ്ട് ഇതിനകത്ത്. പിന്നെ പകൽ സമയത്ത് ഇതിൻ്റെ ലൈറ്റ് എല്ലാം തന്നെ സോളാറിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. OB സോക്കറ്റാണ്. ആ ഓക്കെ ഓക്കെ റൈറ്റ് 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 ഓക്കെ. और वाटर किधर स्टोर होता है? वाटर भी टैंक है. वाटर भी टैंक है. ആ ഓക്കെ ഓക്കെ. വെള്ളത്തിനും സ്റ്റോറിനുള്ള സ്ഥലമുണ്ട്. ए वाटर कितना दिन के लिए? एक दिन का? 3 दिन तक. हाँ 4 आदमी 3 दिन तक. ഓ വെരി ഗുഡ്. 2 പിള്ളേരും 2 അഡൽസും.
4 ദിവസം കഴിയാനുള്ള വെള്ളമുണ്ട് ഇതിനകത്ത്. കൊള്ളാം, നല്ല അടിപൊളി. മലയിലൊക്കെ പോവാണെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് താമസിക്കാം. അതെ 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 അതെ, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. സൂപ്പർ. കണ്ടോ ഒരു കുട്ടിക്കുതിര കണ്ടോ? കുട്ടിക്കുതിര എങ്ങനെയുണ്ട്? കുട്ടിക്കുതിര കുട്ടിക്കുതിര അടിപൊളി. അടിപൊളി. ഹലോ ഹലോ ഹലോ. വേണ്ട, വേറെ വലിയ കുതിരയുണ്ട് ഇവിടെ കണ്ടോ? അത് ഇച്ചിരി ചാട്ടക്കാരനാ. ഇവിടെ ഒരു വെള്ള കുട്ടിക്കുതിരയുണ്ട് കണ്ടോ? ഇതെല്ലാം കരീഫിനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. നമ്മുടെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നിന്നെ എടുക്കുന്നുണ്ടേ. ചെയ്യണേന്ന് പറഞ്ഞു